നമസ്കാരം. പ്രധാന വാർത്തകൾ. ടി വി സോമനാഥിനെ ക്യാബിനറ്റ് സെക്രട്ടറിയായി കേന്ദ്ര സർക്കാർ നിയമിച്ചു. 1987 ബാച്ച് തമിഴ്നാട് കേഡർ IAS ഉദ്യോഗസ്ഥനാണ്. നിലവിൽ ധനകാര്യ സെക്രട്ടറിയാണ്. ഓഗസ്റ്റ് 30 അധികാരമേൽക്കുന്ന സോമനാഥ് ക്യാബിനറ്റ് സെക്രട്ടറി പദവിയിൽ 2 വർഷ കാലാവധി ലഭിക്കും. കിളിയൂർ സ്നേഹസദനത്തിൽ നിന്ന് അന്തേവാസി കടന്നു. പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം വെള്ളറട കിളിയൂർ സ്നേഹസദനത്തിൽ നിന്ന് ശനിയാഴ്ച രാവിലെ അന്തേവാസി ചാടിക്കടന്നു. സ്നേഹസദനം ഡയറക്ടറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. സ്നേഹസദനത്തിലെ അന്തേവാസി അനിൽകുമാറാണ് ചാടി രക്ഷപ്പെട്ടത്. വെങ്ങാനൂർ പിറവിലാസം പ്ലാവിഴക്കുഴി വീട്ടിൽ അനിൽകുമാർ വർഷങ്ങളായി ഇവിടുത്തെ അന്തേവാസിയാണ്. രാവിലെ ഭക്ഷണ സമയത്താണ് കാണാതായത്. മാവേലിക്കരയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പിൽ നിന്ന് 30 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. കോറ്റാർക്കാവ് ക്ഷേത്രത്തിന് സമീപത്തായി തൊഴിലാളി താമസിക്കുന്ന ക്യാമ്പിൽ മാവേലിക്കര എക്സൈസ് റേഞ്ച് സംഘം നടത്തിയ റെയ്ഡിലാണ് 30 കിലോയോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. ബീഹാർ സ്വദേശിയായ മുഹമ്മദ് ഉസ്മാനെതിരെ കേസെടുത്തു. മാവേലിക്കര എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അൻവർ സാദത്തിന്റെ നേതൃത്വത്തിൽ ചെട്ടികുളങ്ങര കണ്ടിയൂർ ഭാഗങ്ങളിൽ നടന്ന മറ്റൊരു പരിശോധനയിൽ 212 പാക്കറ്റ് ഹാൻസ് പിടികൂടുകയും വിൽപ്പനക്കാർക്ക് 2400 രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞ 2 യുവാക്കളെ RPF സംഘം അറസ്റ്റ് ചെയ്തു. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞ തഴക്കഴ സ്വദേശികളായ 2 യുവാക്കളെ ചെങ്ങന്നൂർ RPF സംഘം അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 24-ന് മാവേലിക്കര റെയിൽവേ സ്റ്റേഷനും ചെറിയനാട് റെയിൽവേ സ്റ്റേഷനും ഇടയിലാണ് കല്ലേറുണ്ടായത്. തിരുവനന്തപുരത്തു നിന്നും കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന ജനശതാബ്ദി എക്സ്പ്രസിന് നേരെയാണ് കല്ലേറുണ്ടായത്. കല്ലേറിൽ AC കോച്ചിന്റെ ജനൽച്ചില്ലകൾ തകർന്നിരുന്നു. തുടർന്ന് പരിസര പ്രദേശങ്ങളിലുള്ള CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. മാവേലിക്കര തഴക്കര സ്വദേശികളായ മീനത്തേതിൽ വീട്ടിൽ ദേവകുമാർ, ചങ്ങനവേലിയിൽ വീട്ടിൽ അഖിലസ് എന്നിവരാണ് പിടിയിലായത്. സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്നും കേരളം ഒറ്റയ്ക്കല്ലെന്നും പ്രധാനമന്ത്രി. വയനാട് കളക്ടറേറ്റിൽ അവലോകന യോഗം. സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്നും കേരളം ഒറ്റയ്ക്കല്ലെന്നും പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വയനാട് സന്ദർശനം. സംസ്ഥാന സർക്കാരിനൊപ്പം വയനാടിന്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും കേന്ദ്ര സർക്കാർ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മികച്ച രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തിയ എല്ലാവരെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളിലും ദുരിതബാധിതരെയും നരേന്ദ്രമോദി നേരിട്ട് കണ്ടു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരും അദ്ദേഹത്തെ അനുഗമിച്ചു.